നിങ്ങളിപ്പോൾ ഒരു സ്കിൽ വർക്കർ വിസയിലാണെങ്കിൽ യു മൈറ്റ് ബി നോയിങ് ദാറ്റ് നിങ്ങൾക്ക് 20 മണിക്കൂർ സപ്ലിമെന്ററി ജോലി ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. സ്പോൺസേഡ് ജോബിൽ നിങ്ങൾക്ക് ഓവർ ടൈം എത്ര വേണമെങ്കിലും വർക്ക് ചെയ്യാം, ദാറ്റ്സ് നോട്ട് എ പ്രോബ്ലം. അതല്ലാതെ നിങ്ങൾ സ്പോൺസേഡ് അവേഴ്സിന്റെ പുറത്ത് നിങ്ങൾക്ക് 20 അവേഴ്സ് വർക്ക് ചെയ്യാം. അത് എവിടേക്കാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ബിസിനസ്സിൽ 20 അവേഴ്സ് വർക്ക് ചെയ്യാം. അതല്ലാതെ നിങ്ങൾ എലിജിബിൾ ഓക്യുപ്പേഷൻ കോഡിൽ വരുന്ന ഹയർ സ്കിൽ ജോബിൽ നിങ്ങൾക്ക് 20 അവേഴ്സ് വർക്ക് ചെയ്യാം. പ്രൊവൈഡഡ് നിങ്ങളിപ്പോൾ 22 ജൂലൈ 2025 മുന്നെയാണ് സ്പോൺസർഷിപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആ സ്പോൺസർഷിപ്പ് കാറ്റഗറിയിൽ കണ്ടിന്യൂ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈവൻ മീഡിയം സ്കില്ലിലും വർക്ക് ചെയ്യാനുള്ള എലിജിബിലിറ്റി ഉണ്ട്. അതല്ലാതെ ഇമിഗ്രേഷൻ സാലറി ലിസ്റ്റിൽ വരുന്ന ജോലികൾ ചെയ്യാനും നിങ്ങൾ എലിജിബിൾ ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ജോലി നിങ്ങൾ സെയിം സെക്ടറിൽ നിങ്ങൾ സെയിം ലെവലിൽ വരുന്ന ജോലികളായിരിക്കണം. ഇനി നിങ്ങളെ പുതിയ എംപ്ലോയർ നിങ്ങൾക്ക് 20 അവേഴ്സിന് മുകളിൽ വർക്കിംഗ് അവേഴ്സ് തരാൻ റെഡി ആണെങ്കിൽ ദേ ഷുഡ് ബി റെഡി ടു സ്പോൺസർ യു. അതായത് നിങ്ങൾ പുതിയൊരു COS എടുത്തിട്ട് നിങ്ങൾ വീണ്ടും സെക്കൻഡറി ജോബ് എന്ന രീതിയിൽ നിങ്ങൾ പുതിയൊരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെയാണ് നിങ്ങൾക്ക് ഓൾറെഡി സ്പോൺസർഡ് ആയ ജോബിലും വർക്ക് ചെയ്യാം, കൂടാതെ സെക്കൻഡറി ജോബും ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. സപ്ലിമെന്ററി ജോബ് ചെയ്യുന്നതിന് മുന്നേ അല്ലെങ്കിൽ സെക്കൻഡറി ജോബിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഫസ്റ്റ് സ്പോൺസേഡ് ജോബിന്റെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്തിരിക്കണം. അതായത് നിങ്ങൾ വർക്കിംഗ് അവേഴ്സ് 37.5 ആണോ അല്ലെങ്കിൽ 40 അവേഴ്സ് ആണോ എത്രയാണോ അത് നിങ്ങൾ മീറ്റ് ചെയ്തിരിക്കണം. നിങ്ങൾ അതിൽ ഉള്ള ക്രൈറ്റീരിയസ് മീറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾ സെക്കൻഡറി ജോബ് അല്ലെങ്കിൽ സപ്ലിമെന്ററി ജോബ് ചെയ്യാൻ പാടുള്ളൂ. നിങ്ങൾ ഓൾറെഡി സ്പോൺസർഡ് ആയ ജോബിൽ നിങ്ങൾ ആ വർക്കിംഗ് അവേഴ്സ് കംപ്ലീറ്റ് ചെയ്യാതെ അത് പാർട്ട് ടൈം ചെയ്തിട്ട് അഗെയിൻ നിങ്ങൾ സപ്ലിമെന്ററി ജോബിലേക്ക് പോകുന്നത് നിങ്ങളുടെ വിസ കാറ്റഗറിനെ ബാധിക്കും. സോ യു ഷുഡ് ബി കെയർഫുൾ. സോ ഇഫ് യു ആർ പ്ലാനിംഗ് ടു ടേക്ക് എനി ഇമിഗ്രേഷൻ സ്റ്റെപ്പ്, ടേക്ക് എ പ്രോപ്പർ അഡ്വൈസ്.